ചൈന ഇടഞ്ഞു നിൽക്കുന്നതോടെ ഇനി അമേരിക്കൻ കാർഷിക വിപണിക്ക് മറ്റൊരു ബദൽ മാർഗം കണ്ടെത്തിയേ പറ്റൂ. അത് പക്ഷേ സുസ്ഥിരമായിരിക്കണം. ഇതേപോലെ ഫ്ലെക്സിബിളായ ഒരു വിപണി അമേരിക്കൻ കാർഷിക മേഖലയ്ക്ക് ഇനി താങ്ങാനാകില്ല. കാരണം അത്രമാത്രം പ്രൊഡക്റ്റീവാണ് അമേരിക്കൻ കാർഷിക വിപണി. അപ്പോൾ അവിടെയുള്ള ചോളം അടക്കമുള്ള സോയാബീൻ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യ, ചൈന അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപകമായി കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ മണ്ടത്തരം നിറഞ്ഞ തീരുമാനങ്ങൾ, താരിഫുകൾ കാരണം ആ ഇറക്കുമതി ചൈന നിർത്തിവെച്ചു. മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും ഘട്ടം ഘട്ടമായി നിർത്തിവെച്ചിരിക്കുന്നു. ജപ്പാൻ അടക്കം അത് തൽക്കാലം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഇനി അമേരിക്കയ്ക്ക് ശരണം ഇന്ത്യ മാത്രമാണ്. ഇന്ത്യയിലെ ഉപഭോക്താക്കൾ, ഇന്ത്യയിലെ വ്യാവസായിക മേഖല, ഇതൊക്കെ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കാനായിട്ട് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിന് സുസ്ഥിരമായൊരു പങ്കാളി ഇന്ത്യയല്ലാതെ മറ്റൊരു രാജ്യമല്ലെന്ന് US വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ കടുത്ത അനിശ്ചിതത്വത്തിനിടയിലും ഭീഷണികൾക്കിടയിലും നീണ്ട ചർച്ചകൾക്കിടയിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആസിയാൻ ഉച്ചകോടിയിൽ ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ തീരുമാനമാകും എന്താകും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ ഉള്ളിലുള്ളത്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പ്രകാരം ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 50% തീരുവ അത് 16-15% കുറച്ചേക്കാം. ഏതാണ്ടൊക്കെ ആധികാരികമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിലുള്ള 50% തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് ഒട്ടും താങ്ങാകില്ലെന്നാണ് ഇപ്പോൾ ന്യൂഡൽഹി അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഇങ്ങനൊരു തീരുമാനം വരുന്നത് അത് അംഗീകരിക്കാനോ നിഷേധിക്കാനോ ന്യൂഡൽഹി തയ്യാറായിട്ടില്ല ഇതുവരെ. ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നേടാനും ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഈ ഒരു കരാർ സഹായിക്കുമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ച് ആശംസകൾ പറഞ്ഞിരുന്നു. അതിന് നന്ദിയായി ഇരു നേതാക്കളും സംസാരിച്ചത് ഏറെ നേരമാണ്. ഇരു രാജ്യ നേതാക്കളുടെയും സംസാരത്തിനിടയിൽ ഈയൊരു താരിഫ് വിഷയവും കടന്നു വന്നെന്നത് വ്യക്തമാണ്. പക്ഷേ എന്താണ് ഇരുവരും സംസാരിച്ചതെന്നോ, എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നോ, ഏതൊക്കെ തീരുമാനങ്ങളിൽ എത്തിയേക്കാമെന്നോ ഒന്നും ട്രംപോ ഇന്ത്യയോ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ഡൊണാൾഡ് ട്രംപ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ തുടരും, ഇന്ത്യയുമായി നരേന്ദ്രമോദിയുമായി ഏതാണ്ടൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഒരു ഘട്ടമെത്തുമ്പോൾ അത് വേണ്ടെന്ന് വെക്കാനോ കുറയ്ക്കാനോ ഇന്ത്യ തയ്യാറാകുമെന്നാണ് തന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷയെന്ന് ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ ദീപാവലി ദിനത്തിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷവും ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചെങ്കിൽ മോദിയിൽ നിന്നും വ്യക്തമായൊരു ഉറപ്പ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ അമേരിക്കൻ കാർഷിക സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ, ഒരു പരിധിവരെ താങ്ങി നിർത്താൻ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കാകുകയുള്ളൂ. അതിന് ഇന്ത്യ കൂടി മനസ്സ് വയ്ക്കണം. ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ സമാനമായ ഇളവുകൾ പ്രഖ്യാപിക്കണം. അതിനൊരു കരാറില്ലാതെ മുന്നോട്ട് പോയാൽ ഒന്നും നടക്കില്ലെന്ന് ട്രംപിന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഊർജം, കൃഷി എന്നീ മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ളതാകും ഈ വ്യാപാര കരാർ എന്ന് വ്യക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യാപാര വിഷയങ്ങളിൽ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിച്ചതായി ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഊർജ വിഷയം ഉൾപ്പെട്ടിട്ടുണ്ട്. ഊർജത്തിൽ ക്രൂഡ് ഓയിൽ, പാചകവാതകം, LNG എല്ലാം വിടും. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ ഇനിയെങ്കിലും പരിമിതപ്പെടുത്തുമെന്ന് മോദി തനിക്ക് ഇപ്പോൾ ഉറപ്പ് നൽകിയെന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ കരാർ അന്തിമമൊക്കെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തീരുമാനമായില്ലെങ്കിലും ട്രംപ് ഏതാണ്ടൊക്കെ പറഞ്ഞു കൊള്ളിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ക്രമേണ കുറയ്ക്കണമെന്ന US ആവശ്യത്തിന് ഒരുപക്ഷെ ഇന്ത്യ വഴങ്ങിയേക്കാം. നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 34% റഷ്യയിൽ നിന്നാണ്. ഇന്ത്യയുടെ എണ്ണ വാതക ആവശ്യങ്ങളുടെ 10% US നിന്ന് വരുന്നത്. ഈ മാസം അവസാനം എന്തായാലും ആസിയാൻ ഉച്ചകോടിയിൽ ഒരു ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആസിയാൻ കരാറിൽ അധിഷ്ഠിതമായ രാജ്യങ്ങളുടെ ഉച്ചകോടിയാണ്. അവിടെ വെച്ച് ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് അന്തിമ രൂപം പ്രഖ്യാപിക്കാനിടയുണ്ട്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാമെന്ന്. റഷ്യയും US ഇന്ത്യക്ക് നേർക്കുനേർ നിൽക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് റഷ്യക്ക് തന്നെയാണ്. കാരണം ഈ ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യക്ക് ഇന്ത്യൻ രൂപയിൽ ഡിസ്കൗണ്ട് തരത്തിൽ ക്രൂഡ് ഓയിൽ നൽകിക്കൊണ്ടിരുന്നത് റഷ്യ മാത്രമാണ്.
മറ്റൊരു GCC രാജ്യവും നൽകിയിട്ടില്ല. വില കുറച്ച് സൗദിയും ഖത്തറുമൊക്കെ നൽകാമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും സൗദി അരാംകോ ദക്ഷിണേന്ത്യയിൽ ഒരു എണ്ണ സംഭരണശാല തുടങ്ങാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ആ പദ്ധതികളെല്ലാം ഇപ്പോഴും ഒച്ചഴിയുന്നതിൽ എഴുകയാണ്. അതേസമയം റഷ്യ ആയിട്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട്. ഇന്ത്യക്ക് രൂപയുടെ മൂല്യത്തിൽ ഇവിടെ ക്രൂഡ് ഓയിൽ കൈമാറുന്നുണ്ട്. റഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 34% വരുന്നത് ഇന്ത്യൻ കമ്പനികൾ വഴി ഇന്ത്യയിലേക്കാണ്. അവർ വഴി അത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളായി പോകുന്നതും ഇതേ റഷ്യൻ എണ്ണ തന്നെയാണ്. അതിന് യൂറോപ്പ് ഒരല്പം ഉപരോധമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് ഇനി കണ്ടറിയണം. പക്ഷേ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം അത് ഏറെക്കാലമായി നിലനിൽക്കുന്ന ബന്ധമാണ്. അത് ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ള ബന്ധങ്ങളിൽ നമ്മുടെ മിഗ് വിമാനങ്ങൾ, സുഖോയ് 57 വിമാനങ്ങൾ, ഇതിലൊക്കെ ഡിസംബർ 5-6 തീയതികളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഇന്ത്യയുമായുള്ള തർക്കങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വ്യാപാര കരാറിൽ എത്തിപ്പെടാം. അതിനുശേഷം ഈ വ്യാപാര കരാർ കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ത്യ റഷ്യ ബന്ധത്തെ എതിർക്കാം എന്നൊക്കെയാണ് ട്രംപിന്റെ വ്യാമോഹം. പക്ഷേ ഇന്ത്യക്ക് വരുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. എന്തായാലും US വിപണിയിൽ വലിയ തോതിൽ പ്രവേശനം ഇന്ത്യക്ക് ലഭിച്ചാൽ ഇന്ത്യയും സമാനമായ ഇളവുകൾ നൽകേണ്ടി വരും. ഏതാണ്ടൊക്കെ ഒരു തരത്തിൽ ഇന്ത്യ തയ്യാറുമാണ്. ജനിതക മാറ്റം വരാത്ത ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണമെന്ന് നേരത്തെ തന്നെ ആസിയാൻ കരാറിലടക്കം വ്യവസ്ഥയുണ്ട്. അപ്പോൾ അമേരിക്കൻ ചോളം, സോയാബീൻ ഇവയുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചേക്കും. അതിന് ഇന്ത്യ ഇളവ് നൽകും. പിന്നെ കോഴിത്തീറ്റ, ക്ഷീര ഉൽപ്പന്നങ്ങൾ, എഥനോൾ വ്യവസായങ്ങൾ എന്നീ ആഭ്യന്തര നമ്മുടെ വ്യവസായങ്ങൾ അതൊന്ന് കൊഴുക്കണമെങ്കിൽ ഈ അമേരിക്കൻ ചോളം ഇവിടെ എത്തണം. ഇതിനൊക്കെ ഒരു കോഴിത്തീറ്റയ്ക്കടക്കമുള്ള അസംസ്കൃത വസ്തുവാണ് ഈ ചോളം. അപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി യഥേഷ്ടം അനുവദിക്കുന്നതിനൊപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇതേപോലെ 50% പ്രഖ്യാപിച്ച താരിഫിന് പകരം 15-16% തീരുവയിൽ അമേരിക്കയിലേക്ക് ഇന്ത്യ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ആ ഒരു വ്യാപാര കരാറിന്റെ യഥാർത്ഥ രൂപം വരുമെന്നത് വ്യക്തമാണ്. പക്ഷേ റഷ്യയെ ഇന്ത്യ ഒരിക്കലും കൈവിടാൻ തയ്യാറല്ല. റഷ്യയെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാകും അമേരിക്കയുമായുള്ള വ്യാപാര കരാർ. കാരണം അമേരിക്കയും ട്രംപും ഒക്കെ എന്ന് വേണമെങ്കിലും ഇപ്പോൾ ഈ കനത്ത താരിഫ് ഏർപ്പെടുത്തിയതുപോലെ എന്ന് വേണമെങ്കിലും ഇവർ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട്. അതുകൂടി ഇന്ത്യ മുന്നിൽ കണ്ടിട്ടാണ് റഷ്യ എന്ന സ്ഥിരം പങ്കാളിയെ കൈവിടാതെ തന്നെ അമേരിക്ക എന്ന താൽക്കാലികമായി വല്ലപ്പോഴും വിരുന്നിന് വരുന്ന ഒരു പങ്കാളിയെ കൂടി തങ്ങളുടെ വ്യാപാര ഇടപാടുകൾക്കും വ്യാപാര ചർച്ചകൾക്കുമായി ഇന്ത്യ ഉൾക്കൊള്ളിക്കാനുള്ള സന്മനസ് കാട്ടിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച